എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. ഈ ഒരു ബീഫ് റോസ്റ്റ് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ മസാലയായിട്ട് ഇതുപോലൊരു റോസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിന്റെ ഒപ്പവും പൊറോട്ടയുടെയും അപ്പത്തിന്റെ ഒപ്പവും കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ ബീഫ് റോസ്റ്റിന് അതീവ രുചിയും 2 ആഴ്ച കാലത്തേക്ക് ഈ ഒരു മസാല തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ബീഫ് കഴുകിയെടുക്കണം. പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കിലോ അളവില് ബീഫ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉള്ള വലിയ കഷ്ണങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. കണ്ടല്ലോ, നമ്മളിന്ന് 10 പേർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ റോസ്റ്റ് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഈ ബീഫ് കഷ്ണങ്ങൾ നമ്മൾ വേവിച്ച് വരുമ്പോഴേക്കും ചുരുങ്ങി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് കൂട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ആദ്യമേ നമുക്കിതിന്റെ ചോരവെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു ഹോളുള്ള പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. വീണ്ടും ഇതുപോലെ തന്നെ കഴുകിയെടുക്കാം. ആദ്യ തവണ ആ ഒരു ചോരവെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്തും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. കല്ലുപ്പൊക്കെ ചേർത്ത് കഴുകിയെടുക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ തിരിഞ്ഞ് കഴുകിയെടുക്കാം. വീണ്ടും നമുക്കിതുപോലെ തന്നെ ഒരു 2-3 തവണ കഴുകിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി റോസ്റ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് കഷ്ണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ട് വേണം കേട്ടോ വാങ്ങാനായിട്ട്. കണ്ടോ, ഇപ്പം അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ഒരുപാട് നെയ്യല്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കഴുകി അതിന്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ മാറ്റുന്നത്. റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 3 ബോൾ വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുവാണ്. ഇതിൽ നിന്നും 1 സ്പൂൺ അളവിലെടുത്തിട്ട് ബീഫിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് റോസ്റ്റിന് ആവശ്യമായ ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുവാണ്. ഇതിൽ നിന്നും 1 സ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മതിയാകും. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് കുരുമുളക് ചതച്ചത് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബീഫ് മയത്തിൽ വെന്ത് കിട്ടാനായിട്ട് 1 സ്പൂൺ അളവില് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ആയാല് പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബീഫ് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുത്തു കഴിഞ്ഞാലാണ് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടുന്നത്. അങ്ങനെ ബീഫ് കുഴച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു കൊടുക്കാം. അതിനുശേഷം കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചുകൂടി എടുക്കണം. ഈ സമയത്ത് എന്റെ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ കഷ്ണങ്ങളൊന്ന് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ബീഫ് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ബീഫിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 6 സവാള ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അതുപോലെ ഒരു 150 ഗ്രാം അളവില് കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. അങ്ങനെ ഒരു 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം തന്നെ 6 സവാളയും ഒന്ന് എണ്ണയിൽ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലിട്ടാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ഒറ്റത്തവണ കൊണ്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോ ബീഫ് സ്റ്റോക്കിൽ നിന്നും കോരി എണ്ണയിലേക്കാണ് മാറ്റുന്നത്. ഇനിയിപ്പോ എണ്ണയിലേക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അധികം ഒന്നും മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈയായി കിട്ടിയാൽ മതിയാകും. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കാം. 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുളക് പൊടിയിൽ കിടന്ന് ബീഫ് നല്ല പോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടണം. ബീഫ് കഷ്ണങ്ങളൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് കോരി മാറ്റാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ബീഫ് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഓവറായിട്ടൊന്നും നമുക്ക് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഈ ബീഫുകൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ എല്ലാ ബീഫും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാലകളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ അളവില് പെരിഞ്ചീരകം, ഒരു 12 ഏലക്ക, ഇതുപോലെ ഒരു സ്റ്റാർ, ഒരു 8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് അൽപ്പാസി, ഒരു 4 കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക്, 2 ബേ ലീഫ്, 1/2 സ്പൂൺ അളവില് മല്ലി, 1/4 ടീസ്പൂൺ അളവില് സജീരകം, ഒരു 20ഓളം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്, ഒരു 2 തണ്ടോളം ജാതി പൂവും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ മസാലകൾ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മസാലകൾ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മസാലകളൊക്കെ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചുകൂടെ എടുക്കാം. മസാല ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ബിരിയാണി റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് മുരിച്ചെടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. കൊച്ചുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഉള്ളി ഒരുവിധം ഒന്ന് പാകമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർക്കണം. ഉള്ളി വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെയുള്ള 4 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 6 പച്ചമുളകാണ് ചതച്ച് ചേർക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയും, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. പൊടികൾ കൂടി ചേർത്ത് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം. തക്കാളി കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. ഇനി വഴറ്റുന്ന തക്കാളിയിലേക്ക് ഒരു 1/4 കപ്പോളം തൈര് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഇനി തൈരും തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു തൈരും തക്കാളിയും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ടുള്ളത്. വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്ക് കൂടെ ചേർക്കാം. ഇനിയിപ്പോ ബീഫിന്റെ സ്റ്റോക്ക് ചേർക്കുവാണ്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഒരു വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട്. സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റോക്കും കൂടെ ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നുകൂടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. സവാളയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബീഫും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടിയും കൂടെ ചേർക്കണം. പൊടികളും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ബീഫിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിലിരുന്നുകൊണ്ട് ഒന്ന് വെന്ത് വരട്ടെ. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർക്കാം. ഇതുകൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് നല്ല കട്ടിയായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ബിരിയാണി റൈസ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു റോസ്റ്റിന്റെ മേളിലേക്ക് വെച്ച് ഒന്ന് ദം ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ ഏതൊരു വിഭവത്തിന്റെ ഒപ്പം സെർവ് ചെയ്യാനും സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു റോസ്റ്റാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ 2 ആഴ്ച കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ ബീഫ് റോസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.